നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, മാസം 2000 രൂപ ലഭിക്കുന്ന വാർദ്ധക്യ, വിധവ, കാർഷിക ക്ഷേമനിധി പെൻഷനുകളെല്ലാം ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വരും മാസങ്ങളിലും നിങ്ങൾക്ക് മുടക്കമില്ലാതെ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് വാർദ്ധക്യ, വിധവ, കാർഷിക പെൻഷൻ ലഭിക്കുന്ന 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്റ്ററിങ്. 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്. കഴിഞ്ഞ വർഷം നവംബർ, ഡിസംബർ മാസങ്ങളിലെല്ലാം ഇതിന് സൗകര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു അവസാനമായി നമുക്ക് മസ്റ്ററിങ് ചെയ്യാൻ സർക്കാർ അനുവദിച്ച സമയം. അതിനുശേഷം മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകളുടെ പെൻഷൻ മുടങ്ങിയിരുന്നു. ഇങ്ങനെ മുടങ്ങിയ ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ അതിന് സൗകര്യമുണ്ട്. ഈ ഒരു സമയത്ത് പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും. എന്നാൽ അവർക്ക് പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ അവരും കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ആധാർ കാർഡുമായി നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മതിയാകും, നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള മസ്റ്ററിങ് ആണ്. അതുപോലെ തന്നെ അന്ന് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ അവസരമുള്ളത്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അറിയിച്ചിരുന്നു. 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. ഈ മാസം അവസാനം മാത്രമാണ് ഇതിന് അവസാന തീയതിയുള്ളത്. അതിനുമുമ്പായി തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് മസ്റ്ററിങ്ങും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. ഇനി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയോ ഇല്ലെന്ന് നമുക്ക് തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കും. സേവന പെൻഷൻ വഴി നിങ്ങളുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ID-യോ അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കോ അതിൽ ഏതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അറിയിപ്പുണ്ടോ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് തരുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകളുണ്ട്. അവർക്കിപ്പോൾ 2 മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ പെൻഷൻ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഈ മാസം ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. ഇങ്ങനെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ അക്കൗണ്ടിൽ കയറാത്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ അത് തെറ്റുകൾ തിരുത്താനും എന്ത് കാരണം കൊണ്ടാണ് ആ പെൻഷൻ മുടങ്ങിയെന്നും അറിയാൻ സാധിക്കും. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്കും ഒരു ലിങ്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതല്ലെങ്കിൽ ആധാർ നമ്പർ, പെൻഷൻ ID ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ലിങ്ക് ആവശ്യമുള്ളവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ഏത് അക്കൗണ്ട് നമ്പറാണ് കൊടുത്തത് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നിവ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതിലെന്തെങ്കിലും തരത്തിലുള്ള തിരുത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതായത് വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്തിൽ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ അപേക്ഷകൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.